ഹായ് ഓൾ. FIUGP കേരള യൂണിവേഴ്സിറ്റി സെമസ്റ്റർ 3യുടെ കോഴ്സ് രജിസ്ട്രേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, കോഴ്സിൻ്റെ ടൈപ്പുകൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, ലാസ്റ്റ് ഡേറ്റ് എന്നാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. കോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് തേർഡ് സെമസ്റ്ററിൽ വരുന്നതെന്ന് നോക്കാം. ഈ ഒരു ടേബിളിനകത്ത് ആ കാര്യങ്ങളാണ് ഉള്ളത്. DSC ആയിട്ട് പഠിക്കാനുള്ളത്, ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 3 പേപ്പറാണ്. അത് കഴിഞ്ഞ് ഒരു പുതിയ പേപ്പർ DSE, അങ്ങനെ ഒരു പേപ്പർ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ സെക്കൻഡ് സെമ്മിലോ ഫസ്റ്റ് സെമ്മിലോ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പുതിയ പേപ്പറുണ്ട്. പിന്നെ ഒരു MDC പേപ്പർ, എഗെയിൻ ഒരു ന്യൂ പേപ്പറുണ്ട് VAC എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മൊത്തത്തിൽ 6 പേപ്പറാണ് നമുക്ക് പഠിക്കാനുള്ളത്. 22 ക്രെഡിറ്റിനാണ് ഈ പേപ്പേഴ്സ് വരുന്നത്. ഇനി ഓരോ പേപ്പറും എന്താണെന്നുള്ളത് നോക്കാം, എന്താണ് ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ പേപ്പർ എന്ന് പറയുന്നത് DSC അഥവാ ഡിസിപ്ലിൻ സ്പെസിഫിക് കോർ. നമ്മൾ കഴിഞ്ഞ സെമ്മിലൊക്കെ മേജർ പേപ്പർ എന്ന് പറയത്തില്ല, നമ്മൾ എടുത്തിട്ടുള്ള ഡിസിപ്ലിൻ ഏതാണോ, നമ്മൾ ഏത് ഡിഗ്രി വേണം, FIUGP ഏത് ഡിഗ്രി വേണം എന്ന് പറഞ്ഞിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടോ ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഓഫർ ചെയ്യുന്ന ഒരു മേജർ പേപ്പർ. സോ ഇപ്പോൾ ഫിസിക്സിൽ FIUGP ഫിസിക്സ് പഠിക്കുന്ന ആളിന് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ തരുന്ന ഏതെങ്കിലും ഒരു പേപ്പർ ആയിരിക്കും മേജറായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരിക. അടുത്ത് അതുപോലെ തന്നെ DSC, ആ ഒരു ടേബിൾ ഓർക്കുവാണെങ്കിൽ 3 DSC കോഴ്സസ് അതിനകത്തുണ്ട്. സോ ഇവിടെ എഗെയിൻ ഒരു ഡിസിപ്ലിൻ സ്പെസിഫിക് കോർ എന്ന് പറഞ്ഞിട്ട് 2 പേപ്പർ പഠിക്കാനുണ്ട്. ഇത് നമ്മൾ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിൽ, നമ്മുടെ കോളേജിൽ തന്നെയുള്ള വേറെ പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും 2 പേപ്പേഴ്സ് ചൂസ് ചെയ്യണം. കഴിഞ്ഞ വർഷത്തെ സെയിം രീതി തന്നെയാണ്. ഒരു മേജർ പേപ്പറും 2 മൈനർ പേപ്പർ വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നും എടുക്കുന്ന 2 മൈനർ പേപ്പേഴ്സുമാണ് നമുക്ക് പഠിക്കാനായിട്ട് ഈ ഒരു സെമ്മിനകത്തും വരുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ കേൾക്കാത്തൊരു പേപ്പറാണ് ഈ ഒരു പേപ്പർ, ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ്. ഇതൊരു എലക്റ്റീവ് പേപ്പറാണ്, പക്ഷേ ഇത് ഓഫർ ചെയ്യുന്നത് നമ്മുടെ കോർ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. സോ ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും തന്നെ നമുക്കൊരു എലക്റ്റീവ് പേപ്പർ ഉണ്ടാവും. 1-2 പേപ്പേഴ്സ് ഉണ്ടാവും, അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഒരു പേപ്പർ ഉണ്ടാവും, അതാണ് നമ്മൾ എലക്റ്റീവായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ കെമിസ്ട്രി എടുക്കുന്ന ഒരു കുട്ടിക്ക് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെയാണ് ഈ ഒരു എലക്റ്റീവ് പേപ്പർ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ മൈനർ പേപ്പർ എടുക്കുന്ന പോലെ അല്ല. മൈനർ പേപ്പർ ആണെങ്കിൽ നമ്മൾ കോളേജിലെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും എടുക്കുന്നു. ഇത് നമ്മുടെ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ എടുക്കുന്നു. സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഇത്തവണ 2 കോഴ്സ് പഠിക്കാനുണ്ട്. ഒന്ന് മേജർ പേപ്പറും ഒന്ന് ഒരു എലക്റ്റീവ് പേപ്പർ. ഇനിയുള്ളത് ഒരു MDC പേപ്പർ. കഴിഞ്ഞ തവണ നമ്മൾ MDC പഠിച്ചിട്ടുണ്ട്, അപ്പോൾ അത് മൾട്ടി ഡിസിപ്ലിൻ കോഴ്സാണ്. വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നുമാണ് നമ്മൾ കഴിഞ്ഞ വർഷം അത് പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്തവണ കേരള സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു പേപ്പറാണ്. സോ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും കേരള സ്റ്റഡീസ് എന്ന് പറയുന്ന പേപ്പറാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്നുകിൽ അത് നമ്മൾ എടുക്കേണ്ടത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ കോളേജിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പോലെ ഇരിക്കും. കോളേജിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നത്, ചിലർക്ക് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും ഓഫർ ചെയ്യുക, ചിലയിടത്ത് അതർ ലാംഗ്വേജസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഈ ഒരു സെമസ്റ്ററിലില്ല. സോ ഇവിടെയാണ് സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ആ ഒരു കമ്പോണൻറ്റ് വരുന്നത്. ഇപ്പോൾ മലയാളത്തിൽ കേരള സ്റ്റഡീസ് പഠിക്കാം, അല്ലെങ്കിൽ ഹിന്ദിയിൽ കേരള സ്റ്റഡീസ് പഠിക്കാം. അങ്ങനെ ഏത് സെക്കൻഡ് ലാംഗ്വേജിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ നമുക്ക് കേരള സ്റ്റഡീസ് എന്ന് പറയുന്ന പേപ്പർ പഠിക്കാൻ പറ്റും. ഈ ഒരു പേപ്പർ തന്നെയാണ് എല്ലാവരും പഠിക്കുക, പക്ഷേ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ മലയാളത്തിലോ ഏത് ഭാഷയിൽ വേണമെങ്കിലും നമുക്ക് കേരള സ്റ്റഡീസ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ പഠിക്കാൻ പറ്റും. ഇനി അഗെയിൻ അവസാനത്തെ പേപ്പർ പുതിയൊരു പേപ്പറാണ് VAC എന്ന് പറഞ്ഞിട്ട് വാല്യൂ ആഡഡ് കോഴ്സ്. ഇത് നമുക്ക് നമ്മുടെ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ചൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈഫിന് വേണ്ട കുറച്ച് വാല്യൂസും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു പേപ്പറിൽ ഡീൽ ചെയ്യുക. കുറച്ചും കൂടി നമ്മൾ ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കുന്ന ഈ ഒരു ഡിഗ്രിയിൽ വെച്ചുകൊണ്ട് നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ രീതിയിലുള്ള വാല്യൂസാണ് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഉൾക്കൊള്ളേണ്ടതെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നൊരു പേപ്പറാണ്. സോ ഇത് കുറച്ചും കൂടി ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ VAC ചൂസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. സോ അത് ചൂസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് നോക്കി ചൂസ് ചെയ്യുക. സോ അപ്പോൾ 6 പേപ്പറാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു മേജർ കോഴ്സ് നമ്മുടെ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും, പിന്നെ 2 മൈനർ കോഴ്സസ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നും, ഒരു MDC കോഴ്സ് ഉണ്ട് കേരള സ്റ്റഡീസ്, ഒരു VAC കോഴ്സ് വാല്യൂ ആഡഡ് കോഴ്സ്, അത് സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുക്കാം അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുക്കാം. പിന്നെ ഉള്ളത് ഒരു ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സാണ്, അത് നമ്മുടെ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് നമുക്ക് എടുക്കാൻ പറ്റുക. ഇനി അടുത്ത് നമ്മൾ ഈ ഒരു പേപ്പേഴ്സ് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ കോളേജിലെ ടീച്ചേഴ്സ് നമുക്ക് പറഞ്ഞു തരും ഏതൊക്കെയാണ് നമുക്കുള്ള പേപ്പേഴ്സ് എന്നുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മളിത് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ
ഈ ഒരു പോർട്ടലിൽ അഥവാ SLCM എന്ന് പറയുന്ന പോർട്ടലിലാണ്, പോർട്ടൽ എല്ലാവർക്കും അറിയുമായിരിക്കും, നമ്മൾ S1ഉം S2ഉം ഒക്കെ ഈ ഒരു പോർട്ടലിൽ കയറി കോഴ്സ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ കയറുക, നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് ഓർമ്മയില്ലാത്തവർക്ക് ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്ത് പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് കയറിയിട്ട് കോഴ്സ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് ചെയ്താൽ മതി. ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ഒന്ന് നോക്കി തന്നെ ചെയ്യുക, മാറിപ്പോകാണ്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന പേപ്പർ തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ പിന്നീട് മാറ്റാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ കൃത്യമായിട്ട് നോക്കി തന്നെ അത് ചെയ്യുക. സോ കോഴ്സ് രജിസ്ട്രേഷനുള്ള നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 13 ഓക്കെ, ജൂൺ 13 നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അതിന് മുന്നേ തന്നെ കോഴ്സ് രജിസ്ട്രേഷൻ ചെയ്യുക. അല്ലാത്ത പക്ഷം നമുക്ക് പിന്നീട് രജിസ്റ്റർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. സോ ഇപ്പോൾ തന്നെ അത് ചെയ്യുക. ഡൗട്ടുകൾ ടീച്ചേഴ്സുമായിട്ട് തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് കോഴ്സ് സെലക്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമുക്ക് കോഴ്സ് സ്വിച്ച് ചെയ്യാൻ പറ്റും, വേറെ കോഴ്സിലോട്ട് മേജർ മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞിട്ട്. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയുക, ഒരു വീഡിയോ ചെയ്യാം. പിന്നെ സെലക്ട് ചെയ്യുന്ന പേപ്പേഴ്സിൻ്റെ പേര് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിൽ നമുക്ക് വീഡിയോ ചെയ്യാം. നമ്മുടെ S2ന് ഒന്ന് റഷായിപ്പോയി, അവസാനം ചോദിച്ചു കഴിഞ്ഞാൽ പല പേപ്പേഴ്സും നമുക്ക് വീഡിയോ ഇടാൻ പറ്റാണ്ട് പോയി. ഇത്തവണ ഒന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് വീഡിയോസ് ചെയ്യാം. സോ നിങ്ങൾ എടുക്കുന്ന പേപ്പർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അത് നമുക്ക് വീഡിയോസ് ശരിയാക്കാം. സോ അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.